പാലക്കാട് കോയൽമന്നം കാലിച്ചന്തയിലാണ്. ഇന്ന് ശനിയാഴ്ച ദിവസങ്ങളാണ് ഇവിടെ. രാവിലെ ഏകദേശം സമയം 6 മണി കഴിഞ്ഞു. 6 മണിക്കാണ് ഇവിടെ ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് കന്നുകളെ കൊണ്ടുവന്ന് വണ്ടികളെ ഒന്നിങ്ങനെ ഇറക്കി കൊണ്ടുവരും. നേരെ കൊടുന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കഴുകിയിട്ട് അവർക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ടാണ് വിൽക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കിട്ടുന്നത്. നമ്മൾ ഈ പോകുന്ന ഈ സ്ഥലത്ത് ഇവിടെയാണ് എരുമകൾ. ഇതൊക്കെ എരുമകളാട്ടോ. ഇതൊക്കെ അറവിന് പോകുന്ന എരുമകളാണ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഇതൊരു 4 സെക്ഷൻ ആയിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ എരുമകള്. കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആ സൈഡിലായിട്ടാണ് പോത്തുകൾ ഉണ്ടാവുക. അവിടെയാണ് കാളകള്. എല്ലാ കച്ചവടത്തിൻ്റെ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ കച്ചവടം നടക്കുന്നത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനല്ല. ഇവര് കച്ചവടക്കാർ തമ്മിൽ അങ്ങോട്ട് വാങ്ങിയിട്ടാണ് ചെറിയ ലാഭത്തിന് അവര് മറിച്ച് വിൽക്കണം. ഏജന്റുമാരെ വാങ്ങിച്ചിട്ട് അവര് പിന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പരിപാടിയാണ് ഉണ്ടാവുക. ഈ കാണുന്നതൊക്കെ എരുമകളാണ്. തെക്കനി അടുത്തുള്ള അറവ് ശാലകളിൽ എത്താനുള്ള എരുമകളാണ്. അവിടെ 2 കൊമ്പ് ഓർക്കുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം എരുമകളാണ്. ഈ കോയൽമന്നം ചന്തയിലുള്ള ഒരു ഹൈലൈറ്റ് ആണ് ഈ ബിൽഡിംഗ്. പഴയ ബിൽഡിംഗ് ആണ്. ഇപ്പോഴും പൊളിക്കാതെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. അടിപൊളി പശുക്കളൊക്കെ ഉണ്ട്. നല്ല പശുക്കളുണ്ട്. ഇത് ജേഴ്സി ആണോ എച്ച് ക്രോസ് ആണോ എന്നുള്ളത് അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യാം. ഇതാണ് പട്ടുകാളകൾ, ആന്ധ്ര കാളകൾ. ഇതൊരു ടീമിന്റെ അതാണ് കളറ് ചെയ്തിട്ടുള്ളത്. വൃത്തിയുള്ളൊരു കാള. പിന്നെ നോട്ട അത്ര ശരിയല്ല, പറഞ്ഞ പോലെ തന്നെ നിരന്ന് നിൽക്കുന്ന. ഇത് ചിലപ്പം ഉച്ചവരെ കൈ നിർത്തി നിൽക്കും. മറ്റു കാളകൾക്ക് ഇട്ട് പോകാൻ സാധ്യതകൾ കുറവാണ്. ഇതൊരു വെറൈറ്റി കാള. ഇത് ഏത് ഇനത്തിൽ പെട്ട കാള എന്നുള്ളത് അറിയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യണം. സൈസ് പോത്തുകൾ കുറവാട്ടോ. അപ്പോൾ ഈ 3 ഇപ്പോൾ നല്ലൊരു 3 പോത്തുകൾ കണ്ടിട്ടുള്ളത്. ബാക്കി അപ്പുറം പോയി നോക്കണുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ 3 കണ്ടുപെട്ടിട്ടുള്ളൂ. സൈസ് പോത്തുകൾ ഇവിടെ ഉണ്ട്.
ഒന്നും ചൊറുക്കില്ല. ചൊറുക്കളൊന്നും എന്താ പറയുക, അടിപൊളി സാധനം. എന്തായാലും 2.25 2.5 കിൻഡിൽ തൂക്കുണ്ടാവും. വലിയ പോത്തുകൾ കുറവാട്ടെ ഈ ആഴ്ച. ഇതൊന്നും പോത്തുകളല്ല, ഇപ്പൊ അതൊക്കെ എരുമകളാണ്. ഇതൊക്കെ അറിവിനുള്ളതാണ്. പോത്തുകുട്ടികളെ കൊടുന്ന് അറക്കണേ ഉള്ളൂ. ചെറിയ കുട്ടികളാണ്. പോക്കിരി 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 പോക്കിരി. എന്താണ് സ്വഭാവം ശരിയാണില്ല. കിട്ടി 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 അടിറ്റി അടിറ്റി. ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചായക്കടയാണ്. ചായ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട. പിന്നെ ചെറിയൊരു 3-4 കടകൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ബസ്സുള്ള പോത്തുകുട്ടികൾ വരുന്നുണ്ട്. അടിപൊളി കുട്ടികൾ. റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഈ ഏരിയയിലാണ് പോത്തുകുട്ടികളുള്ളത്. വലിയ സൈസുള്ളതൊന്നുമല്ല, ഒരു ആവറേജ് ചെറിയ കുട്ടികളാണ്. നോക്കാം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഇപ്പം എന്താണ് കുറച്ച് സൈസ് ഉള്ളത്. വണ്ടിയിൽ കുറച്ച് സൈസ് ഉള്ളത്. അതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഈ ലാസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടോ? 41 ഇതിനോ? ചൂടാണല്ലോ ഇപ്പൊ അല്ലേ? കന്ന് കുറവാ. ഈ കാണുന്ന ഈ പോത്തിനാണ് 41 റുപ്യ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇന്ന് ഈ ആഴ്ചയിൽ. ഇതിനിപ്പം മേനിക്കാവും ഒരു റേറ്റ് പറയുന്നത്. 5 കൂടി റേറ്റ് ആയിരിക്കും. നല്ല കുട്ടികളാണ്. ഈ 5 ഇപ്പം മേനി 25 പറഞ്ഞാൽ 1.25 ലക്ഷം. 1.5 ലക്ഷം അല്ലേ? അപ്പൊ ചോദ്യമല്ല അപ്പൊ അത് 15,000 ചോദിക്കുന്നത്. അപ്പൊ 25 പറഞ്ഞതോ? 19 ആ അപ്പൊ 16 റേറ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് 25ആണ്. 16 രൂപ പറഞ്ഞിട്ടുണ്ട്. 19 കിട്ടിയാൽ കൊടുക്കും. 19 മേനിക്കല്ല, 5 കൂടെ അല്ല. ഈ കാണുന്നതാണ് കോയിൽമന്ദം ചന്തയുടെ എല്ലാ ഭാഗങ്ങളും ഇതിൽ കാണും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയയിലാണ് കുത്തുമുട്ടുള്ളത്. ആ എൻട്രൻസിലാണ് കാണുന്ന ഭാഗത്താണ് പശുക്കളുള്ളത്. അവിടെയാണ് ആന്ധ്ര കാളകൾ. ആ മരത്തിന്റെ ചോട്ട് അവിടെയാണ് എരുമകൾ. അതില് 12 കച്ചവടം നടന്നിട്ടുണ്ട്. റേറ്റ് എന്താന്നുള്ള അന്വേഷണം 12 ഒന്നിച്ച് മാറ്റിക്കെട്ടാൻ പോകുന്നു. ഇത് ഇങ്ങോട്ട് മാറ്റിക്കെട്ടും. അവരെന്നെ റേറ്റ് കൂട്ടി വേറെ ആളുകൾ കൂട്ടി. അതാണ് ഇവിടുത്തെ ഈ സമയത്തുള്ള കച്ചവടം. അങ്ങനെയാണ്. ടീം മാറി. പഴയ ടീമിൻ്റെ അടുത്ത് പുതിയ ടീമിലേക്ക്
കുറവാണ്. കന്നുകൾ ഒരുപാട് കുറവാണ്. മുമ്പ് ചന്തയിൽ വന്ന സമയത്ത് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഈ കാണുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ കന്നുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോത്തുകൾ വളരെ കുറവാണ്. പശുക്കളും പിന്നെ കാളകളാണ് കൂടുതൽ. ഇതിന്റെ പുറകുവശം വന്നപ്പോഴാണ് പഴയ ഒരു പെട്രോൾ പമ്പ് കാണാൻ പറ്റിയത്. മുമ്പത്തെ പെട്രോൾ പമ്പാണ്. ഇപ്പോഴത്തെ പെട്രോൾ പമ്പ് അന്നത്തെ പെട്രോൾ പമ്പ് വ്യത്യാസം. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. രണ്ടാളുള്ള സ്നേഹം കണ്ടില്ല. രസമുള്ള കാഴ്ചയാണ്. ഉഷാറുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ ഈ ആഴ്ച. കണ്ടില്ല, ഇത് കുഴപ്പമില്ല. ഭംഗിയുള്ളൊരു മൂരി, അതപ്പോൾ മൂരി. ഇറച്ചുള്ള മൂരി കുട്ടികളാട്ടോ അത്. കല്യാണ പരിപാടികൾക്ക് കിട്ടണം മൂരി കുട്ടികൾ. സൂര്യന് ഉദിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. സമയം അധികമായിട്ടില്ല. 7 ആയിട്ടുള്ളൂ. 7 7:10. നല്ല 3 പോത്തുകളുണ്ട്. സെൻട്രലിൽ വലിയ കുഴപ്പമില്ല. അതൊക്കെ മുടിയാഴ്ച പരിപാടികൾക്ക് കൊണ്ടാൻ പറ്റുന്നത് വലിയ കുഴപ്പമില്ലാത്ത പോത്തുകളാണ്. വളരെ മോശപ്പെട്ട ഒരു പശു. അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. അത്യാവശ്യം കഴിഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ ഇതൊന്നും വലിയ കുഴപ്പമില്ല. അല്ല, ഓടിക്കാൻ പറ്റിയ കാളകുട്ടികളുണ്ട് കേട്ടോ. ഊട്ടിനൊക്കെ പറ്റിയ ഐറ്റംസ് ഉണ്ട്. ഇതിലിങ്ങനെ 1-2 ഉണ്ട്. തിരഞ്ഞെടുക്കേണ്ടി വരും. ഇവിടെ ഒരു 4 പോത്തുകളെ കാണുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ഈ പോത്തിന് കൊമ്പിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. വേറൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ പശുക്കളെ ഏരിയക്ക് എത്തിയിട്ടുണ്ട്. മൂരി കുട്ടികളാണ്. പരിപാടികൾക്ക് പറ്റി മൂരി കുട്ടികൾ. ഇത് പശുക്കള്. നല്ല പശുക്കളൊക്കെ ഇവിടെ കൊടുത്ത് കെട്ടിയിട്ടുണ്ട്. കാര്യം മേടിച്ച് കൊണ്ടുവന്ന് കെട്ടിയതായിരിക്കും. നല്ലതൊക്കെ ഇവിടെ. പിന്നെ ഇങ്ങനെ അവിടെ നല്ലത് കാണാൻ പറ്റുക. നല്ലതൊക്കെ ആളുകൾ അതിനെ തന്നെ കൈക്കലാക്കിയിട്ടുണ്ട്. നല്ല പശുക്കള്. ഇവിടെ വന്നതില് അത്യാവശ്യം ചൊറുക്കുള്ളൊരു പശു ഇതാണ്. സർക്കാരെ കൂടുന്ന ഇവിടെ കെട്ടിയതാണ്. കച്ചവടം നടന്നിട്ടുണ്ട്. ഇതിന് ഉടമസ്ഥനോടെ ഉള്ളത് താനം നിലത്ത് വീട് എടുക്കണല്ലോ. എണീറ്റു
ശരിയല്ല, സ്വഭാവം ശരിയല്ല. കച്ചവടം നടക്കുന്ന പരിപാടി ഉണ്ട്. കറുപ്പ് പക്ഷേ നോക്കിയിട്ടുള്ളത് വില കൊണ്ട് തെറ്റില്ല. ചെനുണ്ടോ ഇല്ല എന്നാണ് ഇപ്പൊ നോക്കുന്നത്. നല്ല 2 പശുക്കുട്ടികള് ആരോ മേടിച്ച് കെട്ടിയതാ. നല്ല 2 പശുക്കളിത് പോണ്. അധികം പ്രായമില്ലാത്ത. നല്ല അടിപൊളി ഒരു പോത്തിന്, കണ്ടിയില് കുറച്ച് മുത്തുമേനുള്ള ഒരു പോത്ത് ആണ് കിട്ടിയത്. നല്ലൊരു ആന്ധ്രകള റേറ്റ് ചോദിച്ചോളാം. റേറ്റ് വെച്ചപ്പോ ആള് ചാടിക്കാൻ പോയതാണ്. ഇവിടെ കുറച്ച് ആളുകളുള്ളത്. കൂടുതൽ പശുക്കളെ കച്ചവടം. രസകരമായ കച്ചവടങ്ങളാണ്. ഇവിടെയാണ് പശുക്കളുള്ളത്. അവിടെ ഒരു കച്ചവടം നടക്കാനുള്ള സാധ്യത ഉണ്ട്. നടക്കില്ലെന്നുള്ള അറിയില്ല. നോക്കാം. ഇല്ല, നടക്കൂല. ഇല്ലല്ലേ, നടക്കില്ല. നോക്കിയിട്ട് കാര്യമില്ല. നടക്കില്ല. ഈ 4 പശുക്കളെ 34 മേനിക്കാണ് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് 4 പശുക്കൾ, 34 മേനി. 34 പറഞ്ഞതിൽ 1 കച്ചവടം പോകുന്നത്. അതിനാണ് മോളിച്ച് കൊണ്ടുപോകുന്നത്.
നല്ല ഇറച്ചിയുള്ള കാളകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൃത്തം നിൽക്കണം. കാളകൾ കച്ചവടം കുറവാണ്. ഇവര് 3-4 ആൾക്കാരും കൂടി ഇതിന് കളിക്കാൻ നിൽക്കണം. അത് കുറച്ച് സ്ട്രോങ് ലൈറ്റാണ്. ഇതിന്റെ റേറ്റ് പറയുന്നത് 38 രൂപയാണ്. 38,000 രൂപ. നല്ല 2 പോത്തുകുട്ടികൾ ഇപ്പോഴായിട്ട് വന്നത്. ഇപ്പൊ വരണേ ഉള്ളൂ. സമയം 8 മണിയായി. റേറ്റ് എന്തെന്ന് അന്വേഷിക്കണം. ഈ 2 പോത്തുകുട്ടികളും കൂടെ 95 രൂപ റേറ്റാണ് ചോദിക്കുന്നത്. 95,000. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ആളുകൾ വന്ന് നോക്കി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കച്ചവടമായി പോകും. മേടിക്കണ്ട് 19 മേടിക്കണ്ട്. അവിടെ പോയി 21 മേടി കൊടുക്കട്ടെ. അവിടെ പോയി 21 മേടി കൊടുക്കുന്നു. 19,000. ഒറിജിനൽ കൊമ്പാണ്. ഒറിജിനൽ കൊമ്പ് 350 രൂപ. 57,000 രൂപ ചോദിക്കുന്ന റേറ്റാണ്. കുറച്ച് ഈ ആഴ്ച കച്ചവടം വളരെ മോശമാണ്. ഇതൊന്നും വിൽപ്പന നടത്തി കൊണ്ടുവന്നില്ല. നിന്ന് ക്ഷീണിച്ചിട്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. തിരിച്ചതേപോലെ തന്നെ ഇങ്ങോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇത് കണ്ടില് കുറച്ച് നല്ലതെന്ന് തോന്നുന്നൊരു പോക്കാണ്. ആ 19 മേനി ചോദിച്ച 3 പോത്തുകുട്ടികളെ പോകുന്നത് 14,000 കച്ചവടമായിട്ടുള്ളത്. 23,000 രൂപക്ക് മേടിച്ച് നിർത്തിയിട്ടുള്ള പോത്തുകുട്ടികൾ. രൂപ. ഈ പോത്തുകുട്ടി 21,000 രൂപക്കാണ് കച്ചവടം ചെയ്തിട്ടുള്ളത്. 21. ഇതിന് നേരെ അപ്പുറത്തുള്ളത് 23. ഇപ്പൊ കച്ചവടം നടന്നിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കാളകൾ ഈ നിൽപ്പാണ്.
കച്ചവടം ഒന്നും നടക്കുന്നില്ല കാളകൾക്ക്. പശുക്കളും പോത്തുമുട്ടികളാണ് കാര്യമായിട്ട് കച്ചവടം നടത്തുന്നത്. ഈ കാണുന്ന എരുമ 33 രൂപയാണ് ചോദിക്കുന്നത്. വേറെ മുക്കിന്റെ കീഴ്പെട്ട് ഒരു 26-27 കച്ചവടം. ഈ 2 മോരിക്കുട്ടികളും 55,000 രൂപ കച്ചവടമായിട്ടില്ല. മേടിച്ചിട്ടുണ്ട്. 55 ഇത് അമ്പിന്റെ കീപ്പറൊക്കെ പോലെ ചാൻസ് ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 9:15. 50% പശുക്കൾ വിറ്റുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ പോത്തുമുട്ടകൾ. കാളകള് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഒരു 20-25% വിൽപ്പന നടന്നപ്പോൾ ബാക്കിയുള്ള കഥ നിൽക്കാണ്. ഈ പശു 21,000 രൂപക്ക് ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല. പാലില്ലാത്ത പശു, പാല് കുറവാണ്. പാലില്ലാന്നല്ല, പാല് കുറവാണ്. ഇവിടുത്തെ വലിയ വലിയ കച്ചവടക്കാരുടെ ഇടയിൽ ഒരു കൊച്ചു കച്ചവടക്കാരനാണ് ഈ നീല ടീഷർട്ട് ഇട്ട് നടക്കുന്നവന്. അത്യാവശ്യം നല്ല രീതിയിൽ വിൽപ്പന അറിയുന്ന ഒരാളാണ്. ഇവിടുത്തെ വലിയ താപ്പാന്മാരുടെ ഇടയിൽ ഒരു ചെറിയ താപ്പാൻ.